Hello, welcome to my channel Master Literature. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Puritan England അഥവാ Puritanism. So നോക്കുക, the first half of the 17th century is known as the Puritan Age. So first half of the 17th centuryനെയാണ് Puritan Age എന്നറിയപ്പെടുന്നത്. സോ ഈ ലോങ് പാർലമെൻറ്റിൻ്റെയും റിസ്റ്റോറേഷൻ്റെയും ഇടയിലുണ്ടായ ആ ഒരു കുറച്ച് ഡിക്കേഡ്സ് ആണ് ഈ പ്യൂരിറ്റൻസിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. സോ ഈ പ്യൂരിറ്റൻസിന് എപ്പിസ്കോപ്പസിയും അതുപോലെ തന്നെ മൊനാർക്കി ആ ഒരു ഇത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ബിക്കോസ് ദേ എംഫസൈസ്ഡ് ദ ക്വാളിറ്റി ഓഫ് ഓൾ മെൻ. ഓക്കെ, അവർ മെന്നിനാണ് കുറച്ചും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടായത്. സോ ഈ പ്യൂരിറ്റൻസ് ബിലീവഡ് ഇൻ ദ ടീച്ചിങ് ഓഫ് കാൽവിൻ. ബിക്കോസ് അവർക്ക് ഈ കാൽവിനിസ്റ്റ് തിയറി അവർ വിശ്വസിക്കുന്നത് ഒരാൾ കാൽവിനിസ്റ്റ് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ ക്രോംവെല്ലിന് പൊളിറ്റിക്കൽ വിക്ടറി കിട്ടിയതോടു കൂടിയാണ് പ്യൂരിറ്റനിസം ഇംഗ്ലണ്ടിൽ റൂൾ ചെയ്യാൻ തുടങ്ങിയത്. 1649 ടു റെസ്റ്റോറേഷൻ ഏജ് വരെ 1660 വരെയാണ് ഈ പ്യൂരിറ്റനിൻ്റെ ഡിക്കേഡ്. ഓക്കെ, ഗോൾഡൻ ഏജ് നമ്മൾ പറഞ്ഞല്ലോ. ഈ 1649 ടു 1660 തൊട്ടാണ് നമ്മൾ പ്യൂരിറ്റനിസം റൂൾ ചെയ്തത് ഇംഗ്ലണ്ടിനെ. സോ ഈ പ്യൂരിറ്റൻ സൊസൈറ്റിയിൽ തന്നെ ദേ ഹാവ് ഡിവൈഡഡ് ഇൻ ടു 7 മെയിൻ ക്ലാസ്സസ്. ഓക്കെ, സോ ഫസ്റ്റ് ദ പിയേഴ്സിൽ നോബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടും. അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, മെർച്ചൻസ്, ക്രാഫ്റ്റ്മാൻ, ലേബറേഴ്സ്, അങ്ങനത്തെ. സോ പിയേഴ്സിൽ ഇൻക്ലൂഡ് ആകുന്ന ആൾക്കാർ നോബിൾ മെൻസ് ആണ്. അതുപോലെ തന്നെ ജോൺറി കൺസിസ്റ്റ് ഓഫ് ദ നൈറ്റ്സ് എന്ന് പറയുന്നത് ദേവേ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലാസ് ഓഫ് ദ പ്രൊഫഷണൽസ് ഉണ്ട്. പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, സിവിൽ സർവൻസ് എക്സെട്ര. സോ ഈ പ്യൂരിറ്റൻസ് എങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ സെലിബ്രേറ്റഡ് ഫെസ്റ്റിവൽസ്. ഓക്കെ, അവർ ഫെസ്റ്റിവൽസ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ലൈക്ക് maypoles ആൻഡ് ക്രിസ്മസ് ഒക്കെ. ഓക്കെ, സോ ഈ പ്യൂരിറ്റൻസ് അവർക്കൊരു ഡിമാൻഡ് ഉണ്ട് ദാറ്റ് എവറി സൺഡേ ദർ വിൽ ബി നോ പ്ലേസ് ഓർ ഗെയിംസ് കളിക്കാൻ പാടില്ല, കളിക്കാൻ പോകാൻ പാടില്ല. ആ ഒരു ഡേ നിങ്ങൾ ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ഒരു പ്യൂരിറ്റൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബൈബിൾ റീഡിങ്, അതുപോലെ തന്നെ ഫാമിലി പ്രേയേഴ്സ്, അവോയ്ഡൻസ് ഓഫ് ഓൾ ജോളീസ്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്യൂരിറ്റൻ എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗോഡ്. പ്യൂരിറ്റൻ ഏജിലെ ലിറ്ററേച്ചർ പറയാമെന്നുണ്ടെങ്കിൽ ഒരു പ്യൂരിറ്റൻ ഏജിൻ്റെ ലിറ്ററേച്ചർ എലിസബത്തിൻ്റെ ഏജിനായിട്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഈ പ്യൂരിറ്റൻ റൈറ്റിങ്സ് ഒരു ട്രുത്താണ് ഇതിൽ മെയിൻലി പറയുന്നുള്ളത്. ആ ഒരു ഏജിനെ കുറിച്ചിട്ടുള്ള സാഡ്നെസ്, ആ ഒരു ഏജിനെ കുറിച്ചിട്ടുള്ള റിയാലിറ്റി, പെസിമിസം, അതൊക്കെയാണ് പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റുന്നത്. ബട്ട് അതേ ടൈം എലിസബത്തൻ ലിറ്ററേച്ചർ എങ്ങനെയാണ്, അതൊരു ഇൻറ്റൻസ്ലി റൊമാൻറ്റിക് ആയിട്ടുള്ള ലിറ്ററേച്ചർ ആയിരുന്നു എലിസബത്തൻ ടൈമിൽ. ബട്ട് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ വെയർ ഫോക്കസിങ് ഓൺ ദ ആ ഒരു ഏജിലുണ്ടായ സാഡ്നെസ്, ആ ഒരു ഏജിലുണ്ടായ പെസിമിസത്തിനെ കുറിച്ചിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത്. സോ ആ ഒരു 17th സെഞ്ച്വറിയിൽ സെർമൻസ് ആൻഡ് തിയോളജിക്കൽ റൈറ്റിംഗ്. ഓക്കെ, സെർമൻസ് ആൻഡ് തിയോളജിക്കൽ റൈറ്റിങ്സിനാണ് ആർ ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രൊഡക്ട്സ് ഓഫ് ദ ഏർലി 17th സെഞ്ച്വറി. തിയോളജിക്കൽ റൈറ്റിങ്സ് ആണ്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ തോമസ് ഫുള്ളർ ആയിരുന്നു ഒരു മോസ്റ്റ് സെൻസിബിൾ ആയിട്ടുണ്ടായ റൈറ്റർ. ബിക്കോസ് ഹീ ഈസ് നോൺ ഫോർ ഹിസ് ചർച്ച് ഹിസ്റ്ററി ആൻഡ് വർത്തീസ് ഓഫ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ തോമസ് ഫുള്ളർ ഒരു മോസ്റ്റ് സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു 17th സെഞ്ച്വറിയിൽ. താങ്ക് യു. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ അപ്കമിങ് വീഡിയോസ്.